അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാട്ടിലത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കാണിക്കുന്നത്. ബ്രദറിലൂടെ വീടിൻ്റെ വാർപ്പുണ്ടാവില്ല, പുതിയ വീടെടുക്കുന്നതിൻ്റെ വാർപ്പിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വ്ളോഗിലൂടെ കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഖത്തറിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ മേലെയായി. കുറേ ദിവസം മുൻപുള്ള വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഗാലറിയിൽ ഇങ്ങനെ വീഡിയോസൊക്കെ നോക്കുന്ന സമയത്ത് കണ്ടിട്ട് എടുത്തിട്ട് ഇടുന്നതാണ്. ഇത് നമുക്കിതൊരു മെമ്മറി ആണല്ലോ. കുറേ കാലമൊക്കെ കഴിഞ്ഞാലും നമ്മൾ ഗാലറിയിൽ നിന്നൊക്കെ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതില്ലാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സമയത്തും എടുത്തിട്ട് കാണാനൊക്കെ നല്ലതായിരിക്കുമല്ലോ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നാടിൻ്റെ ആ ഒരു നൊസ്റ്റോ അടിക്കുന്ന സമയത്തും നമുക്ക് ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് കാണാനൊക്കെ നല്ലതായതുകൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോസ് നമ്മളൊരു വ്ളോഗാക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ജലദോഷമൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാനോ സൗണ്ടിനൊക്കെ പ്രോബ്ലം ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അന്ന് അവിടെ ജോലിക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഫുഡ് നമ്മൾ ഉച്ചക്കത്തെ ചോറുണ്ടാവില്ലേ, ആ ഒരു ചോറ് ഞങ്ങൾ സാധാരണ ചോറും പച്ചക്കറിയും പിന്നെ മീൻ മുളകിട്ടതും ഉപ്പേരിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് കൊണ്ടുപോകാനായിട്ട് ബിരിയാണി വൈകുന്നേരം ബിരിയാണി പാർസൽ വാങ്ങിയിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഹസ്ബൻഡിൻ്റെ ഉമ്മയും പെങ്ങളും പിന്നെ ഈ ഒരു വീടെടുക്കുന്ന ബ്രദറിൻ്റെ വൈഫും ഒക്കെ ആയിട്ടാണ് അന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ചെറിയ ചെറിയ ക്ലിപ്സായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വ്ളോഗിലൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്ന്. എന്നാ ചെയ്യുന്നത്? तो खाने बना सकते मालूम मालूम तुम लोग वो लोग कैसा है? चिकना চিকে করো তুমি একটা নমস্ত তুমি ভারী হ্যাঁ आता खींचा आवाज खबर खाई कौन എത്ര കൊല്ലമായി ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നത്? 26 വർഷമായി. 26 വർഷമായി. ഏകദേശം എത്ര വീടുകൾ സജീവമായിട്ട് എടുത്തേക്ക് കഴിഞ്ഞ് ഈ പ്രദേശത്ത് മാത്രം? ഏകദേശം 200-ൽ പരം. 200-ൽ പരം വീടുകൾ. അതിനിടയ്ക്ക് ബംഗാളികളുടെ തമാശ ഉണ്ട, തമാശകൾ ഏക്കണ്ടേ ഏക്കണ്ടേ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മോട്ടർ എടുത്തത്.
क्या भाई खाना की അന്ന് രാവിലെ മുതൽ കറണ്ട് ഇല്ലാതെ ഇരുന്നിട്ട് ജനറേറ്ററൊക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നേ ഇതൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അന്ന് മുഴുവനും ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാ എല്ലാം റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ലോഗിലത്തെ വിശേഷങ്ങൾ. നമ്മൾ ഈ വാർപ്പൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്ലോഗിലൂടെ ഒന്ന് കണ്ടോക്കട്ടാ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോസൊക്കെ കാണുന്ന സമയത്താണ് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ വാർപ്പൊക്കെ നടത്തുന്നതെന്ന് കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.